ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് അഭിമന്യു. സോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് ഓൺലൈൻ എഡിറ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ്. ഓക്കെ, ക്യാൻവ എന്ന വെബ്സൈറ്റിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. വല്ല പ്രൊഫഷണൽ എഡിറ്റിംഗ് ഒന്നും അല്ലെങ്കിലും ബേസിക് ആയിട്ട് ഒരു എഡിറ്റിംഗ് നമുക്ക് ചെയ്യാം. ഞാൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, അത് എങ്ങനെ വീഡിയോ അതിൽ മീൻസ് ആഡ് ചെയ്യാം, പിന്നെ അതിൽ ചെറിയൊരു ട്രാൻസിഷൻ എങ്ങനെ കൊടുക്കാം, അതുപോലെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓഡിയോ എങ്ങനെ ആഡ് ചെയ്യാം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് ക്യാൻവ എന്ന വെബ്സൈറ്റിൽ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം എന്ന് പറ്റിയാണ്. റൈറ്റ്. ഓക്കെ, ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, വീഡിയോ എഡിറ്റിംഗ് ഇൻ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം ഫ്രീ വീഡിയോ മേക്കർ എന്ന് കാണാം, ക്യാൻവ എന്ന വെബ്സൈറ്റിൽ. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വിൻഡോ എന്താ ഓപ്പൺ ആയി വരിക എന്ന് വെച്ചാൽ മേക്ക് എ വീഡിയോ. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ മേലെ സൈൻ അപ്പ് ചെയ്യുക. ഓക്കെ, എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ലോഗിൻ അല്ല ചെയ്യുന്നത്. മേക്ക് എ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ക്യാൻവ എന്ന അക്കൗണ്ടിലേക്കാണ് ഇത് റീഡയറക്റ്റ് ആവുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ മേക്ക് എ വീഡിയോ ക്ലിക്ക് ചെയ്യാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുക. ഫേസ്ബുക്കോ ഗൂഗിൾ അക്കൗണ്ട് വഴിയോ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ അതോ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. ഓക്കെ, ഫൈൻ. ഞാൻ മേക്ക് എ വീഡിയോ ക്ലിക്ക് ചെയ്യാണ്. ഫൈൻ. അപ്പോൾ അടുത്ത വിൻഡോ ഓപ്പൺ ആവുന്നതെന്ന് വെച്ചാൽ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആ വീഡിയോ ആഡ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന വിൻഡോ ഇതാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ടെംപ്ലേറ്റ്സ്, എലിമെന്റ്സ്, അപ്ലോഡ്സ്, ഫോട്ടോസ് ഒക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്ലോഡ് ആണ്. അപ്ലോഡ് ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെയാണ്, സോറി ഇത് ഇമേജസ് ആണ്. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്: ഇമേജസ്, വീഡിയോസ്, ഓഡിയോ. ഓക്കെ, വീഡിയോസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. ഓഡിയോന്റെ വേറെ സ്ഥലത്താണ്. ഓഡിയോ ഇവിടെ അല്ല ആഡ് ചെയ്യേണ്ടത്. ഓഡിയോന്റെ 3ാമത്തെ ഓപ്ഷനാണ്. ഓഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ 2 വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ വീഡിയോ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ മേലെ കാണാം അപ്ലോഡ് മീഡിയ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണാം ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. ഡിവൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പി സിയിൽ ഏതെങ്കിലും ഒരു ഡ്രൈവിലോട്ട് അത് റീഡയറക്റ്റ് ആവും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, തൽക്കാലം ഞാൻ ഇവിടെ 2 വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം മേലെ 2 വീഡിയോ ഞാനിപ്പോൾ ആഡ് ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ ഡ്രാഗ് ചെയ്തിട്ട് ഈ പേജിലേക്ക് ഇടുക. ഓക്കെ, അപ്പോൾ അത് ആ പേജിലേക്ക് പ്ലേസ് ആവും. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് വീഡിയോ എങ്ങനെ ആഡ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഈ റൈറ്റ് സൈഡ് ബോട്ടമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു പ്ലസ് സൈൻ കാണാം. പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ പേജ് ഓപ്പൺ ആവും. ന്യൂ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വീഡിയോ കൂടി ഡ്രാഗ് ചെയ്ത് ഇടുക. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ പ്രൊഫഷണൽ എഡിറ്റിംഗ് ഒന്നല്ല, ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു എഡിറ്റിംഗ് ആണിത്. എഡിറ്റിംഗ് ടൂൾ എന്നും പറയാം. ഓക്കെ, ഇങ്ങനെയാണ് ടൈം ലൈൻ ഉണ്ടാവുക. ഓക്കെ, ക്യാൻവയുടെ അകത്ത്. ഓക്കെ, ഇതിൽ അടുത്ത ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെന്ററിൽ, അതായത് ഈ 2 വീഡിയോന്റെ സെന്ററിൽ എന്തെങ്കിലും ഒരു പേജ് ആഡ് ചെയ്തിട്ട് അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഈ പ്ലസ് സൈൻ കണ്ടില്ലേ, ഈ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക. ആഡ് പേജ് ക്ലിക്ക് ചെയ്യുക. ആഡ് പേജ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇന്ന് ടെക്സ്റ്റ് വേണമെന്ന് വെച്ചോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം അപ്ലോഡ്സ്, ഫോട്ടോസ്, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീൻസ് സ്റ്റൈലുള്ള ഫോണ്ടുകളൊക്കെ ഓപ്പൺ ആയി വരും. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു ഫോണ്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ആയി വരും. അപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ഓക്കെ, തൽക്കാലം ഞാൻ സോഷ്യൽ ഫ്രീലാൻസർ എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ എന്നിട്ട് ഇവിടെ മൗസ് കേഴ്സർ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് എങ്ങനെ വലുതാക്കാമെന്ന് കാണും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ വേറെ ഒരു മെത്തേഡ് കൊണ്ട് ഇത് മൊത്തം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലെ കാണാം ടെക്സ്റ്റിന്റെ സൈസ് കൂട്ടേണ്ട ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, തൽക്കാലം ഞാൻ വലിച്ചിട്ട് സൈസ് കൂട്ടുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ സെന്ററിൽ ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ അങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് വീഡിയോന്റെ ഫസ്റ്റ് പ്ലേസ് ചെയ്യണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് വീഡിയോന്റെ ഫസ്റ്റിൽ കൊണ്ടിടുക. ഇപ്പോൾ ആ ടെക്സ്റ്റ് ഇരിക്കുന്ന പേജ് ഫസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ കുറച്ച് ഭാഗം കട്ട് ചെയ്യാം. ഇതിൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, സ്പ്ലിറ്റ്. ഓക്കെ, ഈ ഭാഗം ഇവിടെ ഫസ്റ്റ് തൊട്ട് ഇവിടെ വരെ നമുക്ക് ഈ ഭാഗം നമുക്ക് വേണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്പ്ലിറ്റ് അമർത്തുക. സ്പ്ലിറ്റ് അമർത്തി കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്ത പോർഷൻ ലെഫ്റ്റിലോട്ടേക്ക് സെപ്പറേറ്റ് ആയി. എന്നിട്ട് ആ ഭാഗം സെലക്ട് ചെയ്തിട്ട്
റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്യൽ ഈ സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ വെച്ചിട്ടാണ്. ഓക്കെ. പിന്നെ അടുത്ത പറയേണ്ടത് എന്ന് വെച്ചാൽ ഒരു പേജിൽ നിന്ന് അതായത് ഒരു ഫുട്ടേജിൽ നിന്ന് മറ്റ് ഫുട്ടേജിലേക്ക് പോകുമ്പോൾ കുറച്ച് ചെറിയ എന്തെങ്കിലും ഒരു ട്രാൻസിഷൻ വേണമല്ലോ. അപ്പോൾ 2 വീഡിയോന്റെ നടുക്ക് നിങ്ങൾക്ക് ഒരു പ്ലസ് സൈൻ കാണാം. ആ പ്ലസ് സൈൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ട്രാൻസിഷൻ ഒരു ഓപ്ഷൻ കാണാം. ആഡ് ട്രാൻസിഷനും കാണാം, ആഡ് ന്യൂ പേജും വരും. അപ്പോൾ ആഡ് ട്രാൻസിഷൻ കൊടുക്കുക, ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യാം. ഓക്കെ, അത് മാത്രമല്ല വേറൊരു മെത്തേഡും കൂടെ ഉണ്ട് നിങ്ങൾക്ക് ട്രാൻസിഷൻ ആഡ് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ട്രാൻസിഷൻ ഓപ്ഷൻ വരും. ഓക്കെ, ഫൈൻ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് ഓപ്ഷൻ ഓഡിയോ എങ്ങനെ ആഡ് ചെയ്യാം. അപ്ലോഡിലേക്ക് പോവുക, മൂന്നാമത്തെ ഓപ്ഷൻ ഓഡിയോ ക്ലിക്ക് ചെയ്യുക. ഞാൻ അവിടെ 2-3 ഓഡിയോ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓഡിയോ ഡ്രാഗ് ചെയ്തിട്ട് ഇതും ഡ്രാഗ് ചെയ്യണം. ഡ്രാഗ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പേജിലേക്ക് വലിച്ചിടുക. അപ്പോൾ ആ ഓഡിയോ എല്ലാ ഫൂട്ടേജിലേക്കായിട്ടും പ്ലേസ് ആവും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ടൈം ലൈനിലേക്ക് താഴെ കാണാം, വയലറ്റ് കളറിൽ നിങ്ങൾക്ക് കാണാം ഓഡിയോന്റെ ട്രാക്ക് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി മൊത്തമുള്ള വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഓക്കെ, മേലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആരോ ബട്ടൺ കാണാം. ദാറ്റ് മീൻസ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ MP4 ഫോർമാറ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. അതാണ് സജസ്റ്റഡ് ഫോർമാറ്റ് ക്യാൻവയുടെ അകത്ത്. ഓക്കെ, ഇപ്പൊ നമ്മൾ തുറന്നു നോക്കി നമുക്ക് കാണുന്നത് PNG, JPEG, PDF, ജിഫ് ഫയൽ അങ്ങനത്തെ മാത്രമേ കാണുള്ളൂ. ഓക്കെ, MP4 ആണ് ഇതിനകത്ത് സജസ്റ്റഡ് ഫോർമാറ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പോൾ MP4 സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്, വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് 3 പേജസിലാണ്. ഞാൻ ഉണ്ടാക്കിയത് 3 പേജസിലല്ലേ. ഒന്ന് ടെക്സ്റ്റിന് വേണ്ടി ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ 2 ഫൂട്ടേജ്, അത് സെക്കൻഡ് പേജ്, പിന്നെ തേർഡ് പേജ്, അതായത് 3 പേജ്. ഇൻ കേസ് ആ 3 പേജ് നിങ്ങൾക്ക് ഫുള്ളായി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മേലെ കാണും ഓൾ പേജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ പേജസ് ക്ലിക്ക് ആവും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് വേണ്ടെങ്കിൽ ടെക്സ്റ്റ് അൺക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് പേജ് 1 ആണ്, പേജ് 1 അൺക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ ഡൺ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ 2 വീഡിയോയും കൂടി മേർജ് ആയിട്ട് ഡൗൺലോഡ് ആവുകയാണ് ചെയ്യുക. ടെക്സ്റ്റ് വേണമെങ്കിൽ പേജ് 1 കൂടി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡൗൺലോഡ് ഓപ്ഷൻ. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ വീഡിയോസിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസിലെ ആ വീഡിയോസ് മൊത്തം ഇതിനകത്ത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പാടുള്ളൂ. ചില സമയത്തൊക്കെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് അപ്ലോഡ് ആകുന്നതിന് മുന്നേ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയാൽ ഇവിടെ ഏത് കാണിക്കും, പ്രോസസ്സിംഗ് ആകുന്നതിന് മുന്നേ ഡൗൺലോഡ് ചെയ്യരുത് എന്ന്. ഓക്കെ, ഫൈൻ, നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡിങ്. അപ്പോൾ താഴെ കാണാൻ നിങ്ങൾക്ക് MP4 വീഡിയോ സോഷ്യൽ ഫ്രീലാൻസർ ഡൗൺലോഡിങ് എന്ന്. കുറച്ച് ടൈം എടുക്കും, ഒരു 2-3 മിനിറ്റ് എടുക്കും ഫുള്ളായിട്ട് ഡൗൺലോഡ് ആകാൻ. ഡൗൺലോഡ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. വീഡിയോ I just want to tell you that when you're going to try ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് മനസ്സിലായി. ക്യാൻവ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി. ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ DM ചെയ്താൽ മതി. I will definitely get back to you. Abhimanue BR, just Abhimanue BR മാത്രമേ ഉള്ളൂ ഇൻസ്റ്റഗ്രാം യൂസർ നെയിം ആയിട്ട്. ജസ്റ്റ് DM ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മറക്കരുത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചേസ് ഗൈസ്.